ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ്. US താരിഫ് നടപടികൾക്കെതിരെ ഒന്നിച്ച് കാനഡയും ചൈനയും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ബീജിംഗിലായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എണ്ണയ്ക്ക് ഉപയോഗിക്കുന്ന കടുകിന്റെ ചുങ്കം ചൈന കുറയ്ക്കും. ചൈനീസ് നിർമ്മിതമായ 49,000 ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കാനഡയുടെ വിപണി തുറന്നുകൊടുക്കും. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. അപ്പോൾ ട്രംപിനെതിരെ അണിനിരക്കുകയാണ് ചൈനയും കാനഡയും. വിവരങ്ങൾ. തീർച്ചയായും നീലിമ, ട്രംപിനെതിരെ അണിനിരക്കുക തന്നെയാണ് ചൈനയും അതുപോലെ തന്നെ കാനഡയും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏതാണ്ട് 37% അധിക താരിഫാണ് കാനഡയ്ക്ക് മുകളിൽ സാങ്കേതികമായി നമുക്ക് കണക്ക് കൂട്ടിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന താരിഫ് ചുമത്തിയിരിക്കുന്നത്. അത് ചൈനയുടെ കാര്യത്തിലാണെങ്കിൽ അത് ഏതാണ്ട് 50% മീതെ 70% വരുന്ന ഒരു താരിഫ് ഘടനയാണ് ചൈനയുടെ ഭാഗത്ത് ചൈനയ്ക്ക് ചുമത്തിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ തോതിലുള്ള താരിഫ് പല ഘട്ടങ്ങളിലും പല ഉൽപ്പന്നങ്ങൾക്കുമായി ചുമത്തുന്ന ഒരു സാഹചര്യമാണ് അമേരിക്ക ഈ രണ്ട് രാജ്യങ്ങൾക്കും നേരെ എടുത്തത്. ആ ഒരു സാഹചര്യത്തിലാണ് ബെയ്ജിങ്ങിൽ ഈ കൂടിക്കാഴ്ച നടന്നത്. അല്പസമയം മുമ്പ് ബെയ്ജിങ്ങിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മാർക്ക് കാർണി അതുപോലെ തന്നെ ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ചയിൽ ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ പല ധാരണകളിലേക്ക് എത്തുകയും ചെയ്തു. അതായത് ഈ ഓയിൽ സീഡിൻ്റെ കാര്യത്തിൽ, അതായത് അവിടെ നിന്ന് വാങ്ങുന്ന കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണക്കുരുവായ ഈ കടുക്, അതായത് എണ്ണ ഉൽപ്പാദനത്തിന് സാധ്യമാകുന്ന അവിടെയുള്ള കടുകിൻ്റെ ആ ഒരു ലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായി ചൈന ആ ഇറക്കുമതി തീരുവ കുറയ്ക്കുകയും സ്വാഭാവികമായും ചൈനയ്ക്ക് കാനഡയുടെ ഇലക്ട്രോണിക് വെഹിക്കിൾ മാർക്കറ്റ്, അതായത് കാറുകളും അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളുകളുടെ എല്ലാം തന്നെ വിപണി തുറന്നു കൊടുക്കാനുള്ളൊരു ധാരണ. അതായത് ഏതാണ്ട് 49,000 എന്ന കണക്കാണ്. ഏതാണ്ട് 50,000 ഇലക്ട്രിക് വാഹനങ്ങൾ കാനഡയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ളൊരു അവസരം ചൈനയ്ക്ക് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. അത്തരത്തിൽ പരസ്പര ധാരണയോടെ ഇരു രാജ്യങ്ങളും ശക്തമായി മുന്നേറാനുള്ളൊരു നീക്കമാണ് തീരുമാനത്തിനുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അധിക താരിഫ് ചുമത്താൻ ശ്രമിച്ച ചൈന അതുപോലെ തന്നെ ഭാരതം, സ്വാഭാവികമായും റഷ്യ, അതുപോലെ മറ്റു ചില രാജ്യങ്ങളെല്ലാം തന്നെ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഭാരതം, റഷ്യ, ചൈന സഖ്യത്തിൽ ഒരു പരിധിവരെ കാനഡയും ഭാഗമാകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. നീലിമ. ഐസൻ, ഇറാനുമായി